അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത് ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖാ വത്തഖുല്ലാഹ വഅലമൂ അന്നകും ഇലൈഹി തുഹ്ശറൂൻ. സദഖല്ലാഹുൽ അലിയുൽ അദീം. ഹജ്ജുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിലൊക്കെ അള്ളാഹു നൽകിയത്. ഹജ്ജിൻ്റെ ദിവസം യൗമുൻ നഹർ, ദുൽഹജ്ജ് 10-ാം ദിവസം. അന്നത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് 11, 12, 13 ദിവസങ്ങളിൽ ഹാജിമാർ മിനയിലാണ് താമസിക്കുന്നത്. ഈ ദിവസങ്ങളെയാണ് നമ്മളിന്ന് ഓതിയ ആയത്തിൽ അയ്യാമുൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട നാളുകൾ എന്ന് വിശേഷിപ്പിച്ചത്. വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്, അള്ളാഹുവെ സ്മരിക്കുക ഫി അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട നാളുകളിൽ. ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങൾ അഥവാ മിനയിൽ താമസിക്കുന്ന ദിവസങ്ങൾ. ഈ ദിവസങ്ങളെയാണ് അയ്യാമുത്ത് തശ്രീഖ് എന്നും പറയുന്നത്. അങ്ങനെ പേര് വരാനുള്ള കാരണം ആ ദിനങ്ങളിലാണ് അറുത്തിരുന്ന, ബലി നൽകിയിരുന്ന മാംസങ്ങൾ ഭാഗിച്ചിരുന്നത്, പീസാക്കിയിരുന്നത് എന്നതുകൊണ്ടാണ്. ഭാഗിക്കുക എന്ന അർത്ഥത്തിലാണ് തശ്രീഖ് എന്ന് പറയുന്നത് എന്നൊരഭിപ്രായമുണ്ട്. ഇബ്നു ആഷൂർ റഹ്മഹുല്ലാഹ് പറയുന്നു, വത്തുസമ്മ അയ്യാമത്ത് തശ്രീഖ് ലി അന്നന്നാസ യുഖദ്ദിദൂന ഫീഹൽ ലഹം, മാംസം ഭാഗം ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വത്തഖ്ദീദു തശ്രീഖുൻ, പീസാക്കലാണ്, മാംസം ഭാഗിക്കലാണ് തശ്രീഖ്. മറ്റൊരഭിപ്രായം അദ്ദേഹം പറയുന്നത് ഔലി അന്നൽ ഹദായ ലാ തുൻഹറു ഫീഹ ഹത്താ തുശ്രീഖ ശംസു, സൂര്യൻ ഉദിക്കാതെ, സൂര്യൻ വെളിവാകാതെ ബലി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് തശ്രീഖ്, അയ്യാമുത്ത് തശ്രീഖ് എന്ന് പറയാൻ കാരണം. ഈ നാളുകളിൽ, എണ്ണപ്പെട്ട ഈ നാളുകളിൽ കൂടുതലായിട്ട് അള്ളാഹുവിനെ സ്മരിക്കുക. ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞത് ദുനിയാവിനും ആഖിറത്തിനും വേണ്ടി ദുആ ചെയ്യുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. നരകത്തിൽ നിന്ന് വഖിന അദാബന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ എന്ന് ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. ഉലായിക ലഹും നസീബും മിമ്മാ കസബു, അവർ സമ്പാദിച്ചതിൻ്റെ വിഹിതം അവർക്കുണ്ട്. വല്ലാഹു സരീഉൽ ഹിസാബ്, വളരെ ക്വിക്കായിട്ട് പെട്ടെന്ന് തന്നെ കണക്ക് നോക്കുന്നവനാണ് അള്ളാഹു. അതിനെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് നേരെ മുകളിൽ പറഞ്ഞത് ദുനിയാവ് മാത്രം ചോദിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇപ്പോൾ ഹജ്ജ് ചെയ്യുമ്പോഴും ഈ ഹജ്ജിൻ്റെ ആയത്ത് അവതരിക്കുമ്പോഴും ഒക്കെ ഒരുപാട് ജനങ്ങളുണ്ട്. അവരുടെ കൂട്ടത്തിൽ ദൃഢവിശ്വാസികളുണ്ട്, പുതിയതായിട്ട് വിശ്വാസം സ്വീകരിച്ച, വിശ്വാസത്തിലേക്ക് വന്നവരുണ്ട്. ഈ സൂറയിൽ തന്നെ തുടക്കത്തിൽ മുനാഫിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. വളരെ പ്ലെയിനായിട്ടുള്ള മുനാഫിക്കുകളാണ് യഹൂദർ. അവരുടെ ഇൻഫ്ലുവൻസിനാൽ നിഫാക്കോടുകൂടെ പ്രവാചകൻ്റെ കൂടെ ചേർന്നിട്ടുള്ള മദീനയിലുള്ള കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള പല ആളുകളും പ്രവാചകൻ്റെ കൂടെയുണ്ട്. മാത്രവുമല്ല, ഹജ്ജിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ മാമൂലുകളെ മാത്രം ശ്രദ്ധിക്കുന്ന, തഖ്വയെ ഒരു ലക്ഷ്യമാക്കിയിട്ട്, പ്രധാന ലക്ഷ്യമാക്കിയിട്ട് പോകാത്ത ആളുകളുമുണ്ട്. അവർ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അവരുടെ ശ്രദ്ധ. അള്ളാഹു പറയുന്നു, കൂടുതലായിട്ട് ഈ നാളുകളിൽ അള്ളാഹുവെ സ്മരിക്കുക. ഫമൻ തഅജ്ജല ഫി യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി. ആരെങ്കിലും 2 ദിവസം കൊണ്ട് ധൃതിപ്പെട്ട് പോവുകയാണെങ്കിൽ അവർക്ക് യാതൊരു തെറ്റും അതുകൊണ്ടില്ല. ഇനി ആരെങ്കിലും ലേറ്റാക്കുകയാണെങ്കിൽ അവർക്കും തെറ്റില്ല, അവർക്കും പാപമില്ല. ഹജ്ജിൻ്റെ മനാസിക്കുമായി ബന്ധപ്പെട്ട് അറബികളുടെ ഇടയിൽ തർക്കം നിലനിന്നത് കാരണമാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് എന്നൊരഭിപ്രായമുണ്ട്. 2 ദിവസമാണ് മിനയിൽ നിൽക്കേണ്ടതെന്നും അങ്ങനെയല്ല 3-4 ദിവസം നിൽക്കണമെന്നും അഭിപ്രായമുള്ള ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അവർ ആ വിഷയത്തിൽ തർക്കിക്കുകയും അതിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്തിരുന്നു. അത് കാരണമാണ് അള്ളാഹു പറഞ്ഞത് 2 ദിവസം നിൽക്കുകയാണെങ്കിൽ 2 ദിവസം മതി, ഇനി ധൃതിപ്പെട്ട് പോകണമെന്നുള്ളവർക്ക് പോകാം. അതല്ല വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി,
വൈകിപ്പിക്കുന്നവർക്ക് അവർക്കും അത് കാരണം വൈകിപ്പിക്കുന്നത് കാരണം തിന്മയില്ല. ലിമനിത്തക്ക, അള്ളാഹു എന്നിട്ട് പറയുന്നത് തഖ്വ സൂക്ഷിക്കുന്ന തഖ്വയുള്ളവർക്കാണ്. ദാലിക്ക ലിമനിത്തക്ക, ദാലിക്ക എന്ന ഒരു സബ്ജക്റ്റ് അവിടെ ഹദ്ഫായിട്ട് ഉണ്ട് എന്ന് പറയുന്നു. ദാലിക്ക ലിമനിത്തക്ക, ഇങ്ങനെയുള്ളത് അത് തഖ്വ ചെയ്യുന്നവർക്കാണ്. 2 ദിവസം കൊണ്ട് പോയാലും 3-4 ദിവസം കൊണ്ട് പോയാലും കുഴപ്പമില്ല. തഖ്വയാണ് പ്രധാനം. വത്തഖുല്ല, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകൂ. വഅലമു അന്നക്കും ഇലൈഹി തുഹ്ശറൂൻ, അവൻ്റെ അടുക്കൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് നിങ്ങൾ അറിയണം. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അറിയണം. അന്നക്കും ഇലൈഹി തുഹ്ശറൂൻ, തീർച്ചയായിട്ടും നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുകയും അവങ്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. ഈ സൂറയിൽ ഖിബില മാറ്റത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് യഹൂദരെക്കുറിച്ചാണ് വളരെ വിശദമായിട്ട് പറഞ്ഞത്. ഖിബില മാറ്റത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു ആദ്യം പറഞ്ഞത് വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെക്കുറിച്ച് നിങ്ങൾ മരിച്ചവരാണെന്ന് പറയരുത്, അവർ ജീവിക്കുന്നവരാണ്. വലാക്കിൻ ലാ തശഊറൂൻ, പക്ഷേ നിങ്ങൾക്ക് ഷുഊറില്ല, നിങ്ങൾക്കതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ്. ജിഹാദിനെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. നാം നിങ്ങളെ പരീക്ഷിക്കും. വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്ശിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ജിഹാദിൽ നിന്ന് പെട്ടെന്ന് തന്നെ അള്ളാഹു പറഞ്ഞു ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ല, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് സ്വഫയും മർവയും. ഫമൻ ഹജ്ജൽ ബൈത്ത അവി അത്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ, ഹജ്ജും ഉംറയും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സ്വഫാ മർവയുടെ ഇടയിൽ സഈ ചെയ്യുന്നതിൽ, അതിനിടയിൽ വലയം വെക്കുന്നതിൽ, തവാഫ് ചെയ്യുന്നതിൽ യാതൊരു അപരാധവുമില്ല, അഥവാ അങ്ങനെ ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജിനെ സൂചിപ്പിച്ചു. നേരത്തെയുള്ള ശരീഅത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പുതിയ ശരീഅത്ത് നൽകുമ്പോൾ അതൊരു ഖിബില മാറ്റം ആയിട്ട് വളരെ സിംബോളിക്കലി അള്ളാഹു അവതരിപ്പിക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു ഖിബില മാറ്റമാണത്. ഖിബില മാറി അറബികളുടെ രീതിയും അവരിൽ നിലനിന്നിരുന്ന ഇബ്രാഹിമി മില്ലത്തിലെ പല കാര്യങ്ങളും പുതിയ ശരീഅത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ അള്ളാഹു ആദ്യം തന്നെ ഹജ്ജിനെ പരാമർശിച്ചതാണ്. ഇബ്രാഹിമി മില്ലത്തുമായിട്ട് പുതിയ പ്രവാചകനെ കണക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വഫാ മർവ. അത് പറഞ്ഞതിന് ശേഷം മറ്റ് പല വിഷയങ്ങളും പറഞ്ഞു. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, അവൻ നൽകിയ റിസ്ക്കിൽ നിന്ന് പരിശുദ്ധമായത് ഭക്ഷിക്കുക, അതുപോലെ ഖിസാസിൻ്റെ നിയമം, അതുപോലെ കുത്തിബ അലൈക്കുമു സിയാമു, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പല വിഷയങ്ങളും പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു വീണ്ടും ഹജ്ജിലേക്കും ജിഹാദിലേക്കും വന്നത്. ഹജ്ജിൻ്റെ മാസങ്ങളെക്കുറിച്ച് അവർ ചോദിക്കുന്നു. പറയുക, അവർ ചോദിച്ചത് ഖുൽ ഹിയ മവാഖിത്തു ലിന്നാസ് വൽ ഹജ്ജ്, അത് ഹജ്ജിനുള്ള മാസങ്ങളാണ് ജനങ്ങൾക്ക്. ഈ മാസങ്ങളിലാണ് അവർ നിങ്ങളോട് ഏറ്റുമുട്ടുന്നതെങ്കിൽ നിങ്ങൾ അവരോട്, അവർ ഏതൊരളവിലാണോ നിങ്ങളോട് ഏറ്റുമുട്ടുന്നത് ആ അളവിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും അള്ളാഹു പറയുകയാണ്. അതൊക്കെ പറഞ്ഞതിന് ശേഷം ഹജ്ജിൻ്റെ മനാസിക്കുകളെക്കുറിച്ച് പറഞ്ഞു. ആദ്യം തുടക്കത്തിൽ സ്വഫാ മർവയുടെ സഈനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അതുകൊണ്ട് ഈ ഭാഗത്ത് അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു പറഞ്ഞു. അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞതിന് ശേഷം 196-ാമത്തെ ആയത്തിൽ പിന്നീടുള്ള ആയത്തുകളിലൊക്കെ അള്ളാഹു ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഹജ്ജിൻ്റെ എല്ലാ മനാസിക്കുകളും കഴിഞ്ഞാൽ പിന്നീട് 3 ദിവസം മിനായിൽ താമസിക്കാനുള്ള ദിവസമാണ്. കൂടുതലായിട്ട് അള്ളാഹുവിനെ സ്മരിക്കാനുള്ള നാളുകളാണ്. ഈ നാളുകളിൽ ഹജ്ജിൻ്റെ കർമ്മമായിട്ടുള്ളത് ജംറയിലെറിയലാണ്. ദുൽഹജ്ജ് 10-ാം തീയതി വലിയ ജംറയായ ജംറത്തുൽ അഖബയിൽ മാത്രമാണ് എറിയാനുള്ളത്. പിന്നീട് വരുന്ന ദിവസങ്ങളിലാണ് 3 ജംറകളിലും 7 വീതം കല്ലുകൾ എറിയാനുള്ളത്. ദുൽഹജ്ജ് 11-നും 12-നും ജംറകളിൽ ഏറ് നിർവഹിച്ച് 13-ാം തീയതി നിൽക്കാതെ, മിനായിൽ താമസിക്കാതെ 12-ന്റെ ദിവസം ഏറ് കഴിഞ്ഞ് സൂര്യാസ്തമനത്തിന് മുമ്പായിട്ട് പോകുന്ന ആളുകൾക്ക് പോകാം. അല്ലാത്ത ആളുകൾ 13-നും കൂടി 3-ാമത്തെ ദിവസവും കൂടി ജംറകളിൽ എറിയണം. അങ്ങനെ മിനായിലെ 3 ദിവസത്തെ താമസം കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി.
അതുകൊണ്ടായിരിക്കാം ആ ഭാഗം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത് വത്തഖുല്ല, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകൂ, വഅലമു അന്നക്കും ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ അറിയണം നിങ്ങൾ അവങ്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. പിന്നീട് അള്ളാഹു പറയുന്നത് മുനാഫിഖീങ്ങളെക്കുറിച്ചാണ്. വമിനന്നാസി, ജനങ്ങളിലുണ്ട്, മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിനെക്കുറിച്ചുള്ള അവൻ്റെ വർത്തമാനം നിന്നെ അത്ഭുതപ്പെടുത്തുന്ന, നിന്നിൽ കൗതുകമുണ്ടാക്കുന്ന ആൾ, അങ്ങനെയുള്ള ഒരാൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വയുഷ്ഹിദുല്ലാഹ അലാമാഫി ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത് എന്നതിന് അവൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തും. അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് അവൻ പറയും, അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ വല്ലാഹി അള്ളാഹു ആണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അവൻ നിന്നോട് സംസാരിക്കുക. എന്നാൽ വഹുവ അലദ്ദുൽ ഹിസാം, അവൻ അലദ്ദുൽ ഹിസാമാണ്, അതായത് അലദ്ദുൻ നാസിൽ മുഹാസിമീനാണ്, ഏറ്റവും കുതർക്കിയായ, അല്ലെങ്കിൽ ഏറ്റവും തർക്ക സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഏറ്റവും വൈര്യമുള്ള, ഏറ്റവും വെറുപ്പുള്ള ആളാണവൻ. അങ്ങനത്തെ ആളാണവൻ. പക്ഷെ അവൻ്റെ സംസാരം നിന്നിൽ വളരെ കൗതുകമുണ്ടാക്കും. സൂറൽ മുനാഫിഖൂനിലും അള്ളാഹു ഇതുപോലെയാണ് പറയുന്നത്. സൂറൽ മുനാഫിഖൂനിൽ തുടക്കം പറയുന്നു, ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. മുനാഫിഖീങ്ങൾ വന്നിട്ട് പറയും, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന് പറഞ്ഞ് മുനാഫിഖീങ്ങൾ താങ്കളുടെ അടുത്ത് വരും. അള്ളാഹു പറയുന്നത് വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അള്ളാഹു സാക്ഷിയാണ്, മുനാഫിഖീങ്ങൾ കളവാണ് പറയുന്നത്, അവർക്ക് യാതൊരു ബോധ്യവുമില്ല. അവർ താങ്കൾ പ്രവാചകനാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അള്ളാഹുവിനറിയാം. അള്ളാഹു പറയുന്നത് അവർ മുനാഫിഖീങ്ങൾ ലകാദിബൂൻ, കള്ളം പറയുന്നവരാണ്. ഇത്തഖദു ഐമാനഹും ജുന്ന, അവരുടെ സത്യത്തെ അവരൊരു ജുന്ന, പരിചയാക്കുകയാണ്. വസദ്ദു അൻ സബീലില്ല, എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ തടയുകയാണ്. ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര മോശമാണ്, തീർച്ചയായിട്ടും വളരെ മോശമായതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് സൂറൽ മുനാഫിഖൂനിൽ, വൈദാ റഅയ്തഹും, നീ അവരെ കണ്ടാൽ, തുഅ്ജിബുക അജ്സാമുഹും, അവരുടെ ശരീരം നിന്നിൽ കൗതുകമുണ്ടാക്കും. വൈൻ യഖൂലു, അവർ സംസാരിക്കുമ്പോൾ, തസ്മഉ ലിഖൗലിഹിം, നീ അവരുടെ വാക്കുകൾ കേൾക്കും. കഅന്നഹും ഖുശ്ബുൻ മുസന്നദുൻ, അവർ ചാരിവെച്ച ഒരു മരത്തടി പോലെയാണ്. അവർക്ക് സ്വന്തമായ അസ്തിത്വമൊന്നുമില്ല, സ്വന്തമായ നിലനിൽപ്പൊന്നുമില്ല. അങ്ങനത്തെ ആളുകളാണ്. അവരെക്കുറിച്ച് പറഞ്ഞത്, അവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അപ്പിയറൻസൊക്കെ വളരെ വളരെ പ്ലീസിങ് ആയിരിക്കും. അവരുടെ സംസാരം കേട്ടു നിന്ന് പോകും. അങ്ങനെ സംസാരമുള്ള ആളുകളാണ്. അവർ വന്നിട്ട് താങ്കൾ പ്രവാചകരാണ് എന്ന് അള്ളാഹുവെ ആണയിട്ട് പറയുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെയാണ്, അതേ ഒരു ടോണിലാണ് അള്ളാഹു ഇവിടെയും പറയുന്നത്, ദുനിയാവിനെക്കുറിച്ചുള്ള സംസാരം നിന്നിൽ വളരെ അത്ഭുതമുണ്ടാക്കുന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുത്തനുണ്ട്. അവൻ അള്ളാഹുവെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയും അവൻ്റെ കൽബിൽ എന്താണുള്ളത് എന്ന്, പക്ഷെ അവൻ കഠിന വൈര്യം ഉള്ള ആളാണ്. വൈദാ തവല്ല, അവൻ പിന്തിരിഞ്ഞു പോയാൽ, തവല്ല എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നുകിൽ പിന്തിരിഞ്ഞു പോയാൽ എന്നാണ് ഒരർത്ഥം. അതിൻ്റെ നിഷ്പത്തി, ആ പദനിഷ്പത്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വ്യത്യസ്ത അർത്ഥങ്ങൾ വരുന്നത്. ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഇമ്മ മുഷ്തഖും മിന തൗലിയ, തൗലിയയിൽ നിന്നാണ് ആ വാക്കുണ്ടാകുന്നതെങ്കിൽ വഹിയ അൽ ഇദ്ബാർ വൽ ഇൻസിറാഫ്, അത് പിന്തിരിഞ്ഞു പോകലാണ്, റിട്ടേൺ ചെയ്യലാണ്. ഇമ്മ മുഷ്തഖും മിനൽ വിലായ, വിലായ എന്നതിൽ നിന്നാണ് ആ വാക്കുണ്ടായതെങ്കിൽ യുക്കാലു വലിയൽ ബലദ വ തവല്ലാഹു, ഐ വൈദാ സ്വാറ വാലിയൻ, ഐ ഇദാ തസഅമ വറഅസന്നാസ്, ഒരു നാടിൻ്റെ അധിപനാവുക, അവിടുത്തെ നേതാവാവുക, ആധിപത്യമുള്ളവനാവുക എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ വൈദാ തവല്ല, അവന് ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ, ആദ്യത്തെ അർത്ഥപ്രകാരം അവൻ പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, രണ്ടാമത്തെ അർത്ഥപ്രകാരം അവൻ ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ, സആഫിൽ അർലി, ഭൂമിയിൽ അവൻ ഓടി നടക്കും, അല്ലെങ്കിൽ പരിശ്രമം നടത്തും ഭൂമിയിൽ, ലിയുഫ്സിദ ഫീഹ, എന്ന് അവിടെ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ട്, അവൻ്റെ പരിശ്രമ ഫലമായിട്ട്, അവൻ്റെ പരിശ്രമത്തിൻ്റെ കോൺസിക്വൻസായിട്ട് അവിടെ ഫസാദ് ഉണ്ടാകും. വയുഹ്ലിക്കൽ ഹർഥ വൻ നസിൽ, കൃഷിയും അതുപോലെ നസിൽ, വംശവും. നസിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൃഷി എന്നത് കൃഷി തന്നെയാണ്, നസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലികളാണ് എന്നതാണ് മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം. വൽ ഹർസുന മുറാദും മിൻ അസറ, ഹർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃഷിയാണ്.
വൻ നസുലു അത്ഫാലുൽ ഹയവാൻ, അത് ജീവികളാണ്, കന്നുകാലികളാണ്. ഈ ജീവികളെയും കന്നുകാലികളെയും അതുപോലെ കൃഷിയെയും ഒക്കെ അവർ നശിപ്പിക്കും. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു ഫസാദ് ഇഷ്ടപ്പെടുന്നില്ല. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് ആധിപത്യമുള്ള അവരുടെ നാടുകളിലേക്ക് അവരെത്തിക്കഴിഞ്ഞാൽ അവരവിടെ ചെയ്യുന്നത്, അവരുടെ പരിശ്രമഫലമായിട്ട് സംഭവിക്കുന്നത് ഫസാദാണ്. അവരോടി നടന്ന് ആക്ച്വലി അവർ ചെയ്യുന്നത് ഫസാദാണ്. ആ ഫസാദ് എന്താണ്? കൃഷി നശിപ്പിക്കുക, അതുപോലെ കന്നുകാലികളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായതൊക്കെ അവർ നശിപ്പിക്കും എന്നുള്ളതാണ് എന്ന് ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി പറയുന്നു. ജനങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരങ്ങളാണ് കൃഷിയും അതുപോലെ കാലികളും അവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ജനങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമായ കാര്യങ്ങളൊക്കെ അവർ ഫസാദാക്കും. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു ഫസാദ് ഇഷ്ടപ്പെടുന്നില്ല. ഈ മുനാഫിഖീങ്ങളെക്കുറിച്ചും തുടർന്ന് വരുന്ന സംഭാഷണത്തെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.